ഈ മത്സരത്തിന് ഡിപ്പെൻഡ് ചെയ്ത് നടന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നെയ്മർ തന്നെയാണ്. ഞാൻ ചില ആളുകളുടെ വീഡിയോസ് കണ്ടിരുന്നു. അതായത് ഫ്രാൻസുമായിട്ട് ബ്രസീൽ തോൽക്കണം, തോറ്റേ പറ്റൂ എന്നുവെച്ചാൽ ബ്രസീൽ ഫാൻസ് തന്നെയാണ് പറയുന്നത്. തോറ്റിട്ട് തോക്കണം, കാർലോയുടെ അഹങ്കാരം തീരണം, നെയ്മറെ ടീമിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നെയ്മറെ ടീമിൽ എടുക്കാത്തതിന്റെ പേരിൽ കാർലോനെ ക്രൂശിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ എനിക്ക് ഇതിൽ കാർലോനെ, ഞാൻ ഒരു നെയ്മർ ഫാനാണ്, പക്ഷെ എനിക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കാർലോനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നെയ്മർ ആണ്, നെയ്മർ ബ്രസീൽ കണ്ട ഏറ്റവും മികച്ച ഒരു താരമാണ്, ടോപ്പസ്റ്റ് ഗോൾ സ്കോറർ ഒക്കെ ആണ്, ശരിയാണ്. പക്ഷെ നെയ്മറുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നെയ്മറെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കാർലോയെ സംബന്ധിച്ചിട്ട് പുള്ളിക്ക് ഇതൊക്കെ അറിയാം, കാരണം പുള്ളി പണി തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പോ കാർലോയ്ക്ക് അറിയാം നെയ്മറെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഏറിയ ഒരു കാര്യമാണ്. കാരണം നെയ്മറുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്മർ കളിക്കുന്നുണ്ട്, ശരിയാണ്. ഇപ്പൊ നമ്മൾ ഒറ്റക്കാലിൽ ഇറക്കി വിട്ടാലും പുള്ളി കളിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ഇപ്പോൾ സാന്റോസിൽ തന്നെ ആണെങ്കിലും ഒരു കളി ഇന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അറിയില്ല ഈ കളി പുള്ളി മുഴുവിപ്പിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. ആ ഒരു രീതിയിലാണ് നെയ്മറുടെ ഫിറ്റ്നസ് ഇപ്പോൾ ഉള്ളത്. എപ്പോ വേണമെങ്കിലും പരിക്ക് പറ്റാം, എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് പോവാം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നെയ്മർ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ, ഇനിയിപ്പോ എത്ര ലെജൻഡ് ആണെങ്കിലും അങ്ങനെ ഒരു പ്ലെയറിനെ വെച്ചിട്ട് നമ്മളൊരു വേൾഡ് കപ്പ് പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നാഷണൽ സ്ക്വാഡിന്റെ മൊത്തത്തിൽ പ്ലാൻ പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്ത് പുള്ളിയെ ചുറ്റിപ്പറ്റിയ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് ഏറിയ ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കാർലോ അതിനെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം കാർലോ, എനിക്ക് തോന്നുന്നത് കാർലോ എന്തായാലും ബ്രസീലിന്റെ 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നെയ്മർക്ക് ഇപ്പോഴും ടൈം കൊടുത്തിരിക്കുകയാണ് കാർലോ. സോ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ തന്റെ ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള നെയ്മറിനെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ടൈം കൊടുത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം